സഹജമായ വികാരങ്ങൾക്ക് തടയിട്ടുകൊണ്ട് വികാരരഹിതമായ വ്യക്തിയോടൊപ്പം കഴിയേണ്ടി വരുമ്പോൾ ഒരു ഭഗ്നപ്രണയത്തിൻ്റെ തീഷ്ണത ഏതുവിധം ആവിഷ്കരിക്കപ്പെടുന്നു എന്നതാണ് പ്രശസ്ത കവി ശ്രീ വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ അഹല്യാമോക്ഷം എന്ന കവിത. ശിലയായി മാറിയ താൻ വീണ്ടും ജീവിതത്തിലേക്ക് ഉയർത്തി എഴുന്നേൽപ്പിക്കപ്പെടുമ്പോഴുള്ള ശ്രീഹൃദയത്തിൻ്റെ വിഹുലത കവിതയിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നു. രാമാ, നീ എന്തിനെന്നെ വെറുതെയുണർത്തുന്നീ കോമള സ്വപ്നാകീർണ സുഖനിദ്രയിൽ നിന്നും. രാമാ, നീ എന്തിനെന്നെ വെറുതെയുണർത്തുന്നീ കോമള സ്വപ്നാകീർണ സുഖനിദ്രയിൽ നിന്നും. എവിടേക്കുണർന്നെത്താൻ പഴകി നരച്ചൊരിയുലകല്ലയോ രാജൻ താങ്കൾ തൻ കർമ്മക്ഷേത്രം. കാടുകൾ മിഥ്യാചാരത്തിൻ്റെ കൂടുകൾ, അതിൻ പോടുകൾ തോറും മുരണ്ടമരും വിരക്തന്മാർ. കാടുകൾ മിഥ്യാചാരത്തിൻ്റെ കൂടുകൾ, അതിൻ പോടുകൾ തോറും മുരണ്ടമരും വിരക്തന്മാർ. തന്നെത്താൻ അംഗീകരിച്ചിടുവാൻ ഭയപ്പെട്ട് തന്നെത്താൻ നിഷേധിപ്പൂ ബുദ്ധിജീവികൾ പാവം. ഭദ്രമാത്താടിക്കാർത്തൻ മടയിൽ തിരിച്ചെത്തി ശുദ്രമാമോക്ഷോപായം തിരയുന്നതേക്കാളും ഇക്കിനാവണി മയക്കത്തിലിങ്ങനെ പാറക്കെട്ടിലെ നീച്ചാട്ടത്തിൻ രാഗമാധുരിയേൽക്കേ. അന്തികൾ പുലരികൾ വീണടിയുമീ മണ്ണിൽ ബന്ധുരാത്മാവിൻ ഗന്ധമായി നിൽപ്പതേ പുണ്യം. അവിടേക്കു ഞാനില്ല, അവിടേക്കു ഞാനില്ല, ആയയെ പേടിച്ചോടും അവരിലൊരാൾക്കും ഞാൻ എന്തിനെന്നറിയില്ല. അവിടേക്കയക്കായ പാവമാമെന്നെ പെണ്ണാണിവൾ, എന്നെ നീ ഇന്ദ്രസന്നിധി അണച്ചാലും. ഏതൊരു മുഖസ്മൃതിയാലെ നിദ്രയിലുമെൻ ചേതന 15 എൻ കന്യാത്വത്തിൻ ഗുണോത്തരമാ പുരുഷനെ ധന്യനെ വരിക്കുവാനില്ലനുജ്ഞയെന്നാകിൽ തിരികെ കല്ലായി തന്നെ മാറ്റുകിച്ചിടം മുല്ലമലർ കൊണ്ടർച്ചിക്കായ മുള്ളിലവിനീ ശ്രീമൻ. രാമ, നീ എന്തിനെന്നെ നിത്യമുണർത്തിയൻ പ്രേമഭംഗത്തിൻ ദിവ്യവേദനകളിൽ നിന്നും. രാമ, നീ എന്തിനെന്നെ നിത്യമുണർത്തി എൻ പ്രേമഭംഗത്തിൻ ദിവ്യവേദനകളിൽ നിന്നും.